നമസ്കാരം, പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ചെമ്പിലരയൻ എന്ന ദേശാഭിമാനിയുടെ കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ചെമ്പിലരയൻ തിരുവിതാംകൂർ രാജാവായ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ നാവികസേനാ മേധാവിയായിരുന്നു. ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കെതിരെ യുദ്ധം ചെയ്തു. വേലുത്തമ്പി ദളവയുടെ ആഹ്വാനപ്രകാരം വിദേശാധിപത്യത്തിനായി പോരാടിയ ധീരദേശാഭിമാനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യകാലം നോക്കാം. 1741 ഏപ്രിൽ മാസം 23-ാം തീയതി ഉത്രം നക്ഷത്രത്തിൽ അംശാധികാരി തൈലംപറമ്പിൽ അയ്യപ്പൻ അരയൻ്റെയും ലക്ഷ്മി അഥവാ ചക്കിയമ്മയുടെയും പുത്രനായി ചെമ്പിൽ അനന്തപത്മനാഭൻ വലിയ അരയൻ കൻകുമാരൻ എന്ന ചെമ്പിലരയൻ ജനിച്ചു. വേമ്പനാട് കായലിൻ്റെ തീരത്ത് വൈക്കത്തിന് വടക്ക് ചെമ്പ് എന്ന ഗ്രാമത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം. പ്രാഥമിക വിദ്യാഭ്യാസം പിതാവിൽ നിന്നായിരുന്നു. പിന്നീട് ഉള്ള വിദ്യാഭ്യാസവും കളരി അഭ്യാസവും ചെമ്പിലെ കളരിക്കൽ പണിക്കരിൽ നിന്നും അഭ്യസിച്ചു. പണിക്കരുടെ ശിഷ്യന്മാരിൽ ചെറുപ്രായത്തിൽ തന്നെ തൻ്റേതായ വ്യക്തിമുദ്ര ചെമ്പിലരയൻ കൈവരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പണിക്കർക്ക് മറ്റു ശിഷ്യന്മാരെക്കാൾ കൂടുതൽ അരയനെ പ്രിയമായിരുന്നു. ചെമ്പിലരയൻ്റെ 16-ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു. പരിശീലകനായ കഥ നോക്കാം. തൻ്റെ പഠനത്തിനും അച്ഛൻ്റെ മരണത്തിനും ശേഷം കൻകുമാരൻ എന്ന അരയൻ തൈലംപറമ്പിൽ സ്വന്തമായി കളരി ആരംഭിച്ചു. ഈ കളരിയിൽ തിരുവിതാംകൂറിലെ പല പ്രശസ്തരും ആയുധാഭ്യാസത്തിൽ ഉപരിപഠനം നടത്തിയിട്ടുണ്ട്. ആയില്യം തിരുനാൾ മഹാരാജാവിനെ ചെമ്പിലരയൻ കളരി അഭ്യസിച്ചിട്ടുണ്ട്. അതിവേഗത്തിൽ വഞ്ചി തുഴയുന്ന മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിച്ച് നാവികപ്പടയ്ക്ക് പരിശീലനം അദ്ദേഹം നൽകിയിരുന്നു. അവരിൽ നിന്നും കാലാൾപ്പടയെയും ചാവേർപ്പടയെയും ഒക്കെ രാജാവ് തിരഞ്ഞെടുക്കുമായിരുന്നു. തിരുവിതാംകൂർ രാജചിഹ്നമായ ശംഖ് ചെമ്പിലരയൻ്റെ തറവാടായ നാലുകെട്ടിൽ പതിച്ചിരുന്നു. കളരിപ്പയറ്റിൻ്റെ വടക്കും തെക്കും സമ്പ്രദായങ്ങൾ പഠിപ്പിക്കുന്ന കളരി അരയൻ്റെ കുടുംബമായ തൈലംപറമ്പ് പുത്തൻപുരയ്ക്കൽ തറവാട്ടിലുണ്ടായിരുന്നു. ഔദ്യോഗിക ജീവിതം നോക്കാം. തിരുവിതാംകൂർ കൊച്ചി രാജാക്കന്മാരുടെ സൈന്യങ്ങളിൽ അരയർ ഉൾപ്പെടുന്ന ധീവര വിഭാഗക്കാർ ഏറെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. രാജാക്കന്മാരുടെ അകമ്പടിക്കാരായും ഇവർ നിയോഗിക്കപ്പെട്ടിരുന്നു. രാജാക്കന്മാർ പള്ളിയോടങ്ങളിൽ എഴുന്നള്ളുമ്പോൾ ഓടങ്ങൾ നയിക്കാനും അകമ്പടി സേവിക്കാനും നിയോഗിക്കപ്പെട്ടിരുന്ന അരയപ്രമാണിമാരെ പൊതുവെ വലിയ അരയൻ എന്ന സ്ഥാനപ്പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. തിരുവിതാംകൂർ രാജാവിൻ്റെ നാവികപ്പടയുടെ നായകനായിരുന്നു ചെമ്പിൽ അനന്തപത്മനാഭൻ വലിയ അരയൻ. കൊച്ചി വലിയ അരയനായിരുന്നു കൊച്ചി രാജാവിൻ്റെ നാവികസേനാ മേധാവി. തിരുവിതാംകൂറിൻ്റെ ഭരണസാരഥ്യം വഹിച്ചിരുന്ന ബാലരാമവർമ്മ മഹാരാജാവ് കൻകുമാരൻ അരയനെ നാവികസേനയുടെ പടത്തലവനാക്കുകയും അന്നത്തെ ദളവ വേലുത്തമ്പി എന്നെ ആക്കുകയും കരസേനാ മേധാവി വൈക്കം പത്മനാഭപിള്ളയെ കൊച്ചിയിലെ ദിവാൻ പാലിയത്ത് കോമിയച്ചൻ അഥവാ പാലിയത്തച്ഛനും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ടീമായിരുന്നു ഭരണം നടത്തിക്കൊണ്ടിരുന്നത് കൊച്ചിയിലും തിരുവിതാംകൂറിലും. ചെമ്പിലരയൻ്റെ ദേശസ്നേഹവും കഴിവും പരിഗണിച്ച് ധർമ്മരാജാവ് എന്നറിയപ്പെട്ടിരുന്ന കാർത്തികൽ തിരുനാൾ മഹാരാജാവ് ആയോധന കലയിൽ അഗ്രഗണ്യനായിരുന്ന കൻകുമാരന് കാവൽ ശോധന, മലവിചാരിപ്പ്, ചുങ്കം പിരിവ്, തിരുമൈ കാവൽ, അകമ്പടി സേവ തുടങ്ങിയ അധികാരങ്ങൾ കൂടി ഏൽപ്പിച്ചിരുന്നു. തിരുവിതാംകൂർ മഹാരാജാവാണ് ചെമ്പ് തൈലംപറമ്പിൽ അനന്തപത്മനാഭൻ കൻകുമാരനെ വലിയ അരയനായി അഥവാ ചെമ്പിലരയനായി സ്ഥാനപ്പേര് നൽകി ആദരിച്ചത്. തിരുവിതാംകൂറിൽ പെട്ടതല്ലെങ്കിലും കൊച്ചി മഹാരാജാവ് ഇദ്ദേഹത്തെ ആദരിച്ചിരുന്നു, ചടങ്ങുകൾക്ക് ക്ഷണിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ചടങ്ങായിരുന്നു തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിലുള്ള അരയൻ്റെ സാന്നിധ്യം. വൈക്കം ക്ഷേത്ര ദർശനത്തിനെത്തുന്ന മഹാരാജാവിനെ ജട്ടിയിൽ നിന്നും എതിരേൽക്കുന്നതും കൊച്ചിയിലെ അത്തച്ചമയത്തിന് തൃപ്പൂണിത്തുറ കൊട്ടാരത്തിൻ്റെ പ്രധാന കവാടത്തിൽ ഊരിയ വാളുമായി അംഗക്കച്ചിയെടുത്ത് നിൽക്കുന്ന ചുമതലയുമൊക്കെ ചെമ്പിലരയന് സ്വന്തമായിട്ടായിരുന്നു. കൊച്ചി രാജാവിൽ നിന്നും അതിനുവേണ്ടി 5.25 കോപ്പും അരയന് സമ്മാനമായി അനുവദിച്ചിരുന്നു. പിൽക്കാല അത്താഘോഷങ്ങൾക്കും ഈ പതിവ് നിലനിന്നിരുന്നു കുറേ കാലത്തേക്ക്. ചെമ്പിലരയൻ്റെ പോരാട്ട കഥകളെ നോക്കാം. തിരുവിതാംകൂർ മഹാരാജാവിന് തെക്കുംകൂർ കീഴടക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. ബുദ്ധിയും ശക്തിയും ഒരേപോലെയുള്ള ആൾക്കെ തിരുവിതാംകൂറിലേക്ക് പട നയിക്കാൻ കഴിയുകയുള്ളൂ. അത്രയ്ക്ക് സുസജ്ജമായിരുന്നു
ചെറുതാണെങ്കിലും തെക്കങ്കൂർ സേന. പട നയിക്കാൻ അനുയോജ്യൻ ചെമ്പിൽ അരയനാണെന്ന് മഹാരാജാവിന് ഉറപ്പുണ്ടായിരുന്നു. അരയനെ ഈ ഭാഗത്തിൻ്റെ ഭൂമിശാസ്ത്രം നന്നായിട്ട് അറിയാമായിരുന്നു. രാജാവ് ചെമ്പിലരയനെ ചുമതലയേൽപ്പിച്ചു. രാജാവിൻ്റെ ഊഹം തെറ്റിയില്ല. ചെമ്പിലരയൻ നിഷ്പ്രയാസം തെക്കുംകൂർ പിടിച്ചടക്കി. അതിൽ സന്തുഷ്ടനായ മഹാരാജാവ് വലിയ ഒരു പ്രദേശം കരമൊഴിവായി അരയന് സമ്മാനമായിട്ട് നൽകി. കൃത്യമായി പറഞ്ഞാൽ 2280 ഏക്കർ 80 സെൻറ്റ് സ്ഥലം. അത് എരുമേലി വില്ലേജിൽപ്പെട്ടതാണ് ആ സ്ഥലം. വേലുത്തമ്പി ദളവയോടുള്ള സ്നേഹവും വാത്സല്യങ്ങളും ഉണ്ടായിരുന്നതുപോലെ തന്നെ ചെമ്പിലരയനോടും സ്നേഹവും വാത്സല്യവും മഹാരാജാവിനുണ്ടായിരുന്നു. അതിനുള്ള ഉദാഹരണമാണ് തൈലംപറമ്പ് തറവാട്ടിലെ മച്ചിൻ്റെ മേൽത്തടിയിൽ കൊത്തിവെച്ചിട്ടുള്ള രാജദേവതയുടെ ശില്പം. സാധാരണ കൊട്ടാരങ്ങളിൽ മാത്രമാണ് ഇത്തരമൊരു ശില്പം കൊത്തിവെക്കാൻ അന്നത്തെ കാലത്ത് അനുവാദമുണ്ടായിരുന്നുള്ളൂ. ഐത്താചാരത്തെ മറികടന്ന് വൈക്കം ക്ഷേത്ര ദർശനം നടത്തിയ ഈഴവ സമുദായത്തിലെ യുവാക്കളെ ദളവാക്കുളത്തിൽ തല വെട്ടിത്തള്ളിയ സംഭവത്തിൽ അരയൻ ശക്തമായിട്ട് പ്രതിഷേധിച്ചു. തുടർന്ന് കൂടുതൽ പേരെ ശിക്ഷിക്കാൻ ദളവ തുനിഞ്ഞപ്പോൾ ശിരച്ഛേദം എന്ന ശിക്ഷ ഒഴിവാക്കണമെന്നും ചെറിയ ശിക്ഷ നൽകണമെന്നും ഒക്കെയായി ചെമ്പിലരയൻ്റെ വാദം. അതിനുവേണ്ടി ചെമ്പിലരയൻ രാജാവിൻ്റെ അടുത്ത് സമ്മർദ്ദം ചെലുത്തുകയും അതിന് അനുമതി ഉണ്ടാക്കുകയും ചെയ്തു. കൂടാതെ അവരുടെ ആരെയാണോ വിസ്തരിക്കുന്നത് അവരുടെ സമുദായ നേതാക്കളുടെ സാന്നിധ്യത്തിൽ മാത്രമേ വിചാരണ പാടുള്ളൂ എന്നൊരു നിബന്ധനയും അദ്ദേഹം ഉണ്ടാക്കിക്കുകയുണ്ടായി. വിദേശ ശക്തികളെ തുരത്തി ഓടിക്കുക എന്ന ഉദ്ദേശത്തോടെ നടത്തിയ കുണ്ട്ര വിളംബരം വളരെ പ്രശസ്തമാണ്. പക്ഷേ അതിക്ക് മുമ്പേ കൃത്യമായി പറഞ്ഞാൽ 1806 ചെമ്പിലരയൻ ഏറ്റുമാനൂർ വിളംബരം ഇതേ ലക്ഷ്യത്തോടു കൂടി തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അധികമാരാലും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം. ഒരിക്കൽ ചെമ്പിലരയനെ സ്വാധീനിക്കാൻ മെക്കാളെ പ്രഭു തൈലംപറമ്പിൽ തറവാട്ടിൽ നേരിട്ടെത്തി. കാരണം ചെമ്പിലരയനാണ് ഏറ്റവും ആദ്യം വിദേശ ആധിപത്യത്തിനെതിരെ പ്രതികരിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിനെ വശത്താക്കാനാണ് മെക്കാളയുടെ ശ്രമമായിരുന്നത്. ഏതായാലും മെക്കാളോ വീട്ടിൽ ചെന്നു. മെക്കാളയുടെ വാക്കുകളിൽ ക്ഷുഭിതനായ അരയൻ്റെ നിലപാട് കണ്ടു കഴിഞ്ഞപ്പോൾ അരയൻ്റെ സേനാപതിയായ കൊച്ചുണ്ണി മെക്കാളയെ വധിക്കാൻ വാള് എടുത്തു. അപ്പോൾ ചെമ്പിലരയൻ കൊച്ചുണ്ണിയെ വിലക്കി. ഇദ്ദേഹം ശത്രുവാണെങ്കിലും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നത് അതിഥിയായിട്ടാണ്, അതുകൊണ്ട് ഇദ്ദേഹം മടങ്ങിപ്പോകുന്നതുവരെ അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത് എന്ന് ചെമ്പിലരയൻ കൊച്ചുണ്ണിക്ക് താക്കീത് കൊടുക്കുകയുണ്ടായി. അത്രയ്ക്ക് മാന്യതയുള്ള പെരുമാറ്റമായിരുന്നു ചെമ്പിലരയൻ്റേത്. തെക്കൻ തിരുവിതാംകൂറിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള അരുവാമൊഴി വഴി തിരുവിതാംകൂറിൽ പ്രവേശിക്കുവാനുള്ള കേണൽ ലീഗറുടെ കീഴിലുള്ള ബ്രിട്ടീഷ് സൈന്യം ശ്രമിക്കുകയുണ്ടായി. 3 പ്രാവശ്യവും ചെമ്പിലരയൻ ഈ പരിശ്രമങ്ങളെ പരാജയപ്പെടുത്തി. പക്ഷേ ആദ്യകാലത്ത് ബ്രിട്ടീഷുകാരോട് അനുഭാവമുണ്ടായിരുന്ന വേലുത്തമ്പി മുൻകൈയെടുത്ത് 1805 തിരുവിതാംകൂർ രാജ്യവും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുകയുണ്ടായി. അതനുസരിച്ച് തിരുവിതാംകൂർ ബ്രിട്ടീഷുകാർക്ക് കപ്പം കൊടുക്കണമായിരുന്നു. പിന്നീട് കപ്പം കൊടുക്കൽ മാത്രമല്ല, തിരുവിതാംകൂറിൻ്റെ ഭരണകാര്യങ്ങളിലും ഇംഗ്ലീഷുകാർ ഇടപെടാൻ തുടങ്ങി. പിന്നീട് ഈ കപ്പം ഇംഗ്ലീഷുകാർ വർദ്ധിപ്പിക്കുകയും ചെയ്തു. തിരുവിതാംകൂറിൻ്റെ കപ്പം കുടിശ്ശിക എത്രയും വേഗം അടച്ചു തീർക്കണമെന്ന് മെക്കാളോ ശാഠ്യം പിടിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം അനുഭാവിയായിരുന്ന വേലുത്തമ്പി പിന്നീട് അവരുടെ ശത്രുവായിട്ട് മാറുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം പ്രക്ഷോഭത്തിന് മുന്നിട്ടിറങ്ങിയത്. അതോടൊപ്പം ഈ തിരുവിതാംകൂറിൽ ഇതൊക്കെ സംഭവിച്ചപ്പോൾ കൊച്ചി രാജ്യത്തിലും ചില പ്രശ്നങ്ങളുണ്ടായി. ഇംഗ്ലീഷുകാരുടെ ഇടപെടൽ ആ രാജ്യഭരണത്തിലുണ്ടായി. പാലിയത്തച്ഛനുമായി തെറ്റിപ്പിരിഞ്ഞ നടവരമ്പത്ത് കുഞ്ഞികൃഷ്ണമേനോൻ റെസിഡൻറ്റ് മെക്കാളെ അഭയം കൊടുത്തു അയാൾക്ക്. അപ്പോൾ ഇത് പാലിയത്തച്ഛന് എന്നെ ചൊടിപ്പിച്ചു. അങ്ങനെ പാലിയത്തച്ഛനും ഇംഗ്ലീഷുകാരുമായിട്ട് അകന്നു. അങ്ങനെ കൊച്ചിയിൽ പാലിയത്തച്ഛനും തിരുവിതാംകൂറിലെ വേലുത്തമ്പിയും ഭരണാധികാരികളായിരുന്നപ്പോൾ അവർ രണ്ടുപേരും ഈ ഇംഗ്ലീഷുകാർക്കെതിരെ പടപൊരുതാനായിട്ടുള്ള വകുപ്പുകളുണ്ടാക്കി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ AD 1808 ഡിസംബർ 28 അർദ്ധരാത്രിയിൽ കേണൽ മെക്കാളയുടെ
താമസ സ്ഥലം ആക്രമിക്കണമെന്ന് വേലുത്തമ്പി ആഹ്വാനം ചെയ്തു ചെമ്പിലരയനോട്. അങ്ങനെ ചെമ്പിലരയൻ നാവികപ്പടയുമായി ബോൾഗാട്ടി പാലസ് ലക്ഷ്യമാക്കി നീങ്ങി. വൈക്കം പത്മനാഭപിള്ള, ആലങ്കോട് സർവാധികാരി കുഞ്ഞിക്കുട്ടിപ്പിള്ള, കരിമാടി ഗോപാലപിള്ള, കൊച്ചു ശങ്കരപ്പിള്ള, പാലിയത്ത് കോമിയച്ചൻ, വല്ലൂർ ഉണ്ണി എന്നിവരുടെ സഹകരണത്തോടെയും സഹായത്തോടെയും സന്നാഹത്തോടെയും ഒക്കെയാണ് ആക്രമണം സംഘടിപ്പിച്ചത്. ഇതിൻ്റെ എല്ലാം മുന്നിൽ നമ്മുടെ ചെമ്പിലരയനായിരുന്നു. രാത്രി വളരെ സാഹസപൂർവമായിരുന്നു ആക്രമണം. കോട്ടയിൽ നിന്ന് ശക്തമായ എതിർപ്പുണ്ടായി. യുദ്ധം മുറുകിക്കഴിഞ്ഞപ്പോൾ ചെമ്പിലരയൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചിലർ പിന്മാറുകയും കാലുമാറുകയൊക്കെ ചെയ്തു. പോരാട്ടത്തിനൊടുവിൽ ചെമ്പിലരയൻ കോട്ട പിടിച്ചടക്കിയെങ്കിലും മെക്കാളെ നിലവറ വഴി രക്ഷപ്പെട്ട് ചണക്കപ്പലിൽ അഭയം തേടി. ക്രുദ്ധനായ ചെമ്പിലരയൻ കോട്ടയ്ക്കകത്ത് 7 ചങ്ങലയിൽ വളരെ ഉയരത്തിൽ തൂങ്ങി കിടന്നിരുന്ന ആഡംബര വിളക്ക് തൻ്റെ വാളുകൊണ്ട് വെട്ടി വീഴ്ത്തുകയുണ്ടായി. വളരെ ഉയരത്തിൽ തൂക്കിയിട്ടിരുന്ന ഈ വിളക്ക് സാധാരണ ഒരു അഭ്യാസിക്ക് തൊടാൻ പോലും കഴിയുമായിരുന്നില്ല. അത്ര അഭ്യാസം പഠിച്ചവർക്ക് മാത്രമേ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. ഏതായാലും ഈ ആക്രമണത്തോടെ അരയനും വേലുത്തമ്പിയും ഒറ്റപ്പെട്ടു. കാരണം ഈ ആക്രമണം പരാജയപ്പെട്ടല്ലോ. മഹാരാജാവ് പോലും ഇവരെ രണ്ടുപേരെയും പഴിച്ചു. വേലുത്തമ്പിയെയും ചെമ്പിലരയനെയും വധിക്കാൻ മെക്കാളെ തക്കം പാർത്തു കഴിഞ്ഞു. സായിപ്പിൻ്റെ വേട്ട ശക്തി ആർജിച്ചു. അതോടുകൂടി വേലുത്തമ്പി പലായനം ചെയ്തു. ചെമ്പിലരയൻ പക്ഷേ പലായനം ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. ഒരു ദിവസം ചെമ്പിലരയൻ്റെ തൈലംപറമ്പിൽ തറവാട്ടിൽ ബ്രിട്ടീഷ് പട്ടാളം ചെമ്പിലരയനെ അറസ്റ്റ് ചെയ്യാനായിട്ടെത്തി. പട്ടാളക്കാർ ഇരുമ്പ് ചങ്ങലയാൽ ബന്ധിക്കാൻ തുടങ്ങിയപ്പോൾ അരയൻ അതിനെ എതിർത്തു. വെള്ളി വിലങ്ങുകൊണ്ട് മാത്രമേ എന്നെ ബന്ധിക്കാൻ പാടുള്ളൂ എന്ന് വാശി പിടിച്ചു. കാരണം അന്നത്തെ കാലത്ത് ഉയർന്ന അധികാരികളെ മാത്രമാണ് വെള്ളി വിലങ്ങ് വയ്ക്കുകയുള്ളൂ. ചെമ്പിലരയൻ്റെ മുന്നിൽ പട്ടാളത്തിന് നിലപാട് മാറ്റേണ്ടി വന്നു. അവർ പോയി വെള്ളി വിലങ്ങുമായി എത്തി. അങ്ങനെ ഇംഗ്ലീഷ് പട്ടാളം ചെമ്പിലരയനെ അറസ്റ്റ് ചെയ്ത് പള്ളാത്തുരുത്തിലെ സായിപ്പിൻ്റെ കോടതിയിലെത്തിച്ചു. ഒരു പട്ടാളക്കാരൻ കോടതിയിലെത്തിക്കഴിഞ്ഞപ്പോൾ ചെമ്പിലരയനെ മെക്കാളയുടെ മുന്നിലേക്ക് തള്ളിയിട്ടു. ആ തള്ളി വീണുപോയപ്പോൾ ചാടി എഴുന്നേറ്റ ചെമ്പിലരയൻ ആ തള്ളിയിട്ട പട്ടാളക്കാരനെ വിലങ്ങ് വെച്ച കൈകൾ കൊണ്ട് അടിച്ചു വീഴ്ത്തുകയുണ്ടായി. നിറതോക്കിനു മുന്നിലും പതറാത്ത ചെമ്പിലരയൻ്റെ മനോധൈര്യം മെക്കാളയെ അല്പമൊന്ന് അത്ഭുതപ്പെടുത്തി. ഉടനെ വിസ്താരം ആരംഭിച്ചു. മെക്കാള ചോദിച്ചു, ഇതൊന്നും വേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ എന്ന് ചെമ്പിലരയനോട് ചോദിച്ചു. അപ്പോൾ ചെമ്പിലരയൻ പറഞ്ഞു, ചെയ്തതെല്ലാം ശരിയാണ് എന്ന്. അപ്പോൾ മെക്കാള ചോദിച്ചു, ചെയ്തതെല്ലാം ശരിയാണെങ്കിൽ ഇവിടെ എൻ്റെ മുന്നിൽ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, വെറുതെ വിട്ടേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ചെമ്പിലരയൻ പറഞ്ഞു, വെറുതെ വിട്ടാൽ താങ്കൾ ഉൾപ്പെടെ എൻ്റെ രാജ്യത്തെ നശിപ്പിക്കുന്ന വിദേശീയരെ ഞാൻ ആക്രമിച്ചിരിക്കും എന്ന്. ഉത്തരം കേട്ട് സ്തബ്ധനായ മെക്കാളെ അല്പസമയം മിണ്ടാതെ നിന്നു. എന്നിട്ട് മെക്കാളെ പറഞ്ഞു, താങ്കൾ തൂക്കിലേറാൻ തയ്യാറായിക്കൊള്ളൂ എന്ന്. എന്നിട്ട് ചോദിച്ചു, തൂക്കിലേറും മുമ്പ് അവസാനത്തെ ആഗ്രഹം വല്ലതുമുണ്ടോ? അപ്പോൾ ചെമ്പിലരയൻ പറഞ്ഞു, എൻ്റെ ഏകമകൾ കോമച്ചിയെ ഒന്ന് കാണണമെന്ന്. ഉടനെ തന്നെ അതിനുള്ള സന്നാഹങ്ങൾ നടത്തി. ഒട്ടും വൈകാതെ ഓടിവെള്ളത്തിൽ ചാടിക്കയറി അരയൻ്റെ ഏകമകൾ കോമച്ചി അച്ഛനെ കാണാനെത്തി. അച്ഛനെ കൊല്ലരുതേ എന്ന് ആ മകൾ ഈ മെക്കാളയോട് കാല് പിടിച്ചപേക്ഷിച്ചു. ഏതായാലും അതിലൊന്ന് ഒരു ബ്രേക്കിട്ട് നിന്ന മെക്കാളയോട് ചെമ്പിലരയൻ ഒരു ചോദ്യം ഉന്നയിച്ചു. നിങ്ങളുടെ രാജ്യത്തോട് നിങ്ങൾ കൂറ് കാണിക്കുന്നത് പോലെ ഞങ്ങളുടെ രാജ്യത്തോട് ഞങ്ങൾ കൂറ് കാണിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത് എന്ന് വ്യക്തമാക്കണമെന്ന്, തെറ്റ് വ്യക്തമാക്കണമെന്ന്. അപ്പോൾ ഈ മെക്കാളോയ്ക്ക് ഉത്തരമില്ലാതായി. ഏതായാലും ചില വാദപ്രതിവാദങ്ങൾ നടത്തി കഴിഞ്ഞപ്പോൾ ചെമ്പിലരയനെ വെറുതെ വിടാനായിട്ട്, ചില നിബന്ധനകൾക്ക് വിധേയമായി വെറുതെ വിടാനായിട്ട് മെക്കാളോ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ അവസാന കാലം നോക്കാം. മെക്കാളയുടെ കോടതിയിൽ നിന്നും മോചിതനായി തിരിച്ച് തൈലംപറമ്പ് തറവാട്ടിലെത്തിയ ചെമ്പിലരയൻ രാജ്യസേവനം തുടർന്നു. പിന്നീട് രാജ്യസേവനത്തിൽ മുഴുകിയിരിക്കെ 1811 ജനുവരി 13 തൈലംപറമ്പിൽ
അനന്തപത്മനാഭൻ വലിയ അരയൻ എന്ന ചെമ്പിലരയൻ നാടിനോട് വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ തലമുറയെ നോക്കാം. അനന്തപത്മനാഭന് ശേഷവും ചെമ്പിലരയൻ എന്ന തലക്കെട്ട് സ്ഥാനം അത് തുടർന്നിരുന്നു. രാജഭരണകാലത്തെ അവസാനത്തെ അവകാശി തൈലംപറമ്പിൽ നീലകണ്ഠൻ അരയനായിരുന്നു. ഇപ്പോൾ ചെമ്പിലരയൻ്റെ തറവാടായ തൈലംപറമ്പിൽ വീട്ടിൽ താമസിക്കുന്നത് അരയൻ്റെ 7ാം തലമുറയിൽപ്പെട്ട അജിത് കുമാറും കുടുംബവുമാണ്. ഈ കുടുംബത്തിലെ ഇപ്പോഴത്തെ ഇളമുറ തമ്പുരാൻ ധ്യാൻ ശങ്കർ എന്ന കുട്ടിയാണ്. നമുക്ക് ഉപസംഹാരത്തിലേക്ക് വരാം. അരയന് ഉചിതമായ സ്മാരകം എന്ന് പറയുന്നത് തൈലംപറമ്പിൽ തറവാട് തന്നെയാണ്. ആധുനികതയുടെ തള്ളിക്കയറ്റത്തിലും ആ പഴമയ്ക്ക് കാര്യമായ കോട്ടമൊന്നും തട്ടാതെ സൂക്ഷിക്കുന്ന ആ വീടിനെയും കുടുംബത്തെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ആ വീട് സർക്കാർ ഏറ്റെടുത്ത് മ്യൂസിയം സ്ഥാപിക്കുകയും അതിനോടനുബന്ധിച്ച് ചരിത്ര ഗവേഷണ സ്ഥാപനങ്ങൾ ഉണ്ടാവുകയൊക്കെ വേണം. അങ്ങനെ ചെയ്താൽ ധീരദേശാഭിമാനിയായിരുന്ന ചെമ്പിൽ കൻകുമാരൻ എന്ന അനന്തപത്മനാഭൻ വലിയരയനെ നമുക്ക് അടുത്ത തലമുറയ്ക്കുമൊക്കെ സ്മരിക്കാനായിട്ട് സാധ്യതയുണ്ടാകും. ഇന്നും ദേശസ്നേഹികളുടെ മനസ്സിൽ അസ്തമിക്കാത്ത സൂര്യനായി ചെമ്പിലരയൻ നിലകൊള്ളുകയാണ്. ആ ധീരദേശാഭിമാനിക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നല്ല നമസ്കാരം.